ഗ്രാമിക ന്യൂസിലേക്ക് സ്വാഗതം. ബോംബേർ കൊലപാതകം, കവർച്ച, ഭവനഭേദനം തുടങ്ങിയ കുറ്റകൃത്യങ്ങൾ ചെയ്ത് രക്ഷപ്പെടുന്ന പ്രതികളെ കണ്ടെത്തി നിയമത്തിന് മുന്നിലെത്തിക്കാൻ പോലീസ് ശാസ്ത്രീയ മാർഗം അവലംബിക്കുന്നു. ഏത് രീതിയിൽ മുഖമറച്ചെത്തിയാലും കുറ്റവാളികളുടെ നടത്തവും അംഗചലനങ്ങളും നിരീക്ഷിച്ച് പിടികൂടാനും പിടിയിലായവർ കുറ്റം ചെയ്തവരെന്ന് ഉറപ്പിക്കാനും ഈ സംവിധാനത്തിലൂടെ പോലീസിന് കഴിയും. ഗേറ്റ് പാറ്റേൺ അനാലിസിസ് എന്ന നൂതന വിദ്യ പരീക്ഷണാടിസ്ഥാനത്തിൽ തലശ്ശേരി സബ് ഡിവിഷൻ പരിധിയിലും പ്രയോഗിച്ചു തുടങ്ങിയെന്ന് SP KS ഷാൻഷാ മാധ്യമങ്ങളോട് പറഞ്ഞു. കഴിഞ്ഞ ദിവസം ന്യൂമാഹി ചാലക്കര പോന്തയാട്ടിൽ മഴക്കോട്ടും മാസ്കും ധരിച്ച് ഇരുചക്രവാഹനത്തിലെത്തി വീടിന് നേരെ ബോംബെറിഞ്ഞ സംഭവത്തിൽ പിടികൂടിയ പ്രതിയിലൂടെയാണ് തലശ്ശേരി സബ് ഡിവിഷനിൽ ആദ്യമായി ഗേറ്റ് പാറ്റേൺ അനാലിസിസ് മാർഗം നടത്തിയത്. പോലീസ് സംശയിച്ച് പിടികൂടുന്ന കുറ്റാരോപിതനെ കൃത്യം നടന്ന സ്ഥലത്തെത്തിച്ച് സംഭവിച്ചതെല്ലാം പുനരാവിഷ്കരിക്കും. പ്രതിയുടെ ശരീരചലന രീതികൾ പകർത്തും. ഇത് ജില്ലാ ഫോറൻസിക് സയൻസ് ലാബിന്റെ സഹായത്തോടെ അപഗ്രഥിക്കും. അഹമ്മദാബാദിലെ CFSLന്റെ അന്തിമ വിശകലനത്തിൽ പ്രതിയെ ഉറപ്പിക്കും. ഈ രീതിയിൽ കുറ്റവാളിയുടെ പങ്ക് തെളിയിക്കപ്പെടുന്നതോടെ നിയമപരിധിയിലൂടെ പ്രതിക്ക് രക്ഷപ്പെടാനാവില്ലെന്നും ASP വിശദീകരിച്ചു. ന്യൂമാഹിയിലെ ബോംബ് സ്ഫോടനവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അതിലെ തെളിവെടുപ്പും അതുപോലെ തന്നെ നൂതനമായിട്ടുള്ള ടെക്നോളജി യൂസ് ചെയ്തിട്ടാണ് ഇപ്പോൾ ഞങ്ങൾ ഇൻവെസ്റ്റിഗേഷൻ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൽ ഏറ്റവും പുതിയതായിട്ട് ഞങ്ങൾ ചെയ്തത് ക്രൈം സീൻ റിക്രിയേഷനും അതുപോലെ തന്നെ ഗേറ്റ് പാറ്റേൺ അനാലിസിസുമാണ്. അത് ഇന്ത്യയിൽ തന്നെ വളരെ ചുരുക്കം കേസുകളിൽ, വളരെ ഇമ്പോർട്ടൻ്റ് ആയ കേസിൽ മാത്രം ഗേറ്റ് പാറ്റേൺ അനാലിസിസ് നടത്തിയിട്ടുള്ളൂ. അത് കേരളത്തിലും വളരെ ചുരുക്കം വെള്ളെണ്ണാവുന്ന വട്ടമാണ് വട്ടമായി ചെയ്തിട്ടുള്ളൂ. കണ്ണൂരിൽ ഇത് ആദ്യമായിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ അക്യൂസിനെ കൊണ്ട് ആ ഒരു ക്രൈം റിക്രിയേറ്റ് ചെയ്യുകയും അതിലൂടെ അക്യൂസിൻ്റെ ബോഡി പാറ്റേൺ പഠിക്കുകയാണ് ഇതിന് മെയിനായിട്ട് ചെയ്യുന്നത്. ഞങ്ങളതിൽ ഇനി ഇതിൻ്റെ ഉന്നത അനാലിസിസിന് വേണ്ടിയിട്ട് CFSL അഹമ്മദാബാദിന് അയച്ചു കൊടുക്കും. ഈ ഒരു ഗേറ്റ് പാറ്റേൺ അനാലിസിസിന് ഞങ്ങളുടെ RFSL ടീം തന്നെയാണ് ചെയ്തത്, കണ്ണൂർ ടീം ചെയ്ത് അതിൻ്റെ അനാലിസിസിന് അതിൻ്റെ സാങ്കേതികമായിട്ടുള്ള ഫോറൻസിക് എക്യുപ്മെൻറ്റ്സ് ഒന്നും ഇപ്പോൾ നമ്മുടെ ASF നൗ സ്റ്റേറ്റിലില്ല. അതുകൊണ്ട് ഞങ്ങളത് CFSL അഹമ്മദാബാദിന് അയച്ചു കൊടുത്ത് അതിൻ്റെ ആധികാരികമായിട്ടുള്ള റിപ്പോർട്ട് തേടുകയാണ് ചെയ്യുക. നേരത്തെ മുംബൈയിൽ നടന്ന കുറ്റകൃത്യം ഗേറ്റ് പാറ്റേൺ അനാലിസിസിലൂടെ തെളിയിച്ചതായി ASP പറഞ്ഞു. കണ്ണൂർ ജില്ലയിൽ ആദ്യമായാണ് ന്യൂമാഹിയിൽ ഈ സംവിധാനം പ്രയോഗിച്ചതെന്നും അദ്ദേഹം പറഞ്ഞു. ഗ്രാമിക ന്യൂസ്, തലശ്ശേരി.